കഴിഞ്ഞ ദിവസം ഞാൻ ലൈസൻസ് ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാനൊരു എക്സെപ്ഷണൽ ആയിട്ട് വരുന്ന ചില കേസസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിലൊരു എക്സെപ്ഷണൽ കേസിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾ DHAയിലോ MOHലോ രജിസ്റ്റേർഡ് നഴ്സോ അസിസ്റ്റൻറ്റ് നഴ്സോ ആയിട്ട് കംപ്ലീറ്റ്ലി ഡെൻ്റൽ സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നതായിരിക്കുക. മെഡിക്കൽ സെൻറ്റർ അല്ല, കംപ്ലീറ്റ്ലി ഡെൻ്റൽ ആയിട്ടുള്ള സെൻറ്റർ. നിങ്ങളുടെ DOH ലൈസൻസിലേക്ക് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് റിജക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് പ്രധാനമായിട്ടും 2 മുതൽ 3 വർഷം വരെ കണ്ടിന്യൂസ്ലി ഡെൻ്റൽ സെൻറ്ററിൽ വർക്ക് ചെയ്തവർക്കൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് പ്രോബ്ലം ആയിട്ട് വരിക. റീസെൻ്റ് 1 വർഷമൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുന്നത്തെ എക്സ്പീരിയൻസ് അക്യൂട്ട് കെയർ ഫെസിലിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ പ്യുവർ മെഡിക്കൽ സെൻ്ററോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് കൺസിഡർ ചെയ്തിട്ട് കൺവേർഷൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ കഴിയുന്നതും രജിസ്റ്റേർഡ് നഴ്സസും അസിസ്റ്റൻറ്റ് നഴ്സസും കംപ്ലീറ്റ്ലി ഡെൻ്റൽ സെൻറ്റർ ആയിട്ടുള്ളവർക്ക് കയറുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ.